Hi all. KEAM examination നിങ്ങൾ അടുത്തെത്തി. ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോർഡ് എക്സാം കഴിഞ്ഞ് അധിക സമയമൊന്നുമില്ല നമുക്ക് കീമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ സംഗതിയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും ക്രിസ്പായിരിക്കണം. തോന്നിയ പോലെ ക്വസ്റ്റ്യൻസ് ഒന്നും എടുത്തിട്ട് നമ്മൾ ചെയ്യല്ല വേണ്ടത്. ഏറ്റവും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് 2024 മുതൽ CBT മോഡ് എക്സാം ആക്കിയതിന് ശേഷം നമുക്ക് ഒരുപാട് PYQs അവൈലബിൾ ആണ്. സാധാരണഗതിയിൽ ഒരു വർഷം നമുക്ക് ടോട്ടൽ നമുക്ക് എത്ര PYQ ആണ് ഉണ്ടാവുക? 240 PYQs ആണ് ഉണ്ടാവുക അല്ലെ ഒരു വർഷം. പക്ഷേ ഇപ്പോൾ ഒരു വർഷം മാത്രം നമുക്ക് 750 PYQs വരുന്നുണ്ട് കഴിഞ്ഞ 2 വർഷം. അതായത് കഴിഞ്ഞ 2 വർഷത്തിൽ ഏകദേശം നമുക്ക് 1500ഓളം PYQs അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ ഇതിൽ നിന്ന് നമ്മൾ ഏറ്റവും വരാൻ സാധ്യതയുള്ള ഏറ്റവും റിപ്പീറ്റഡ് പാറ്റേൺ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ തിരഞ്ഞു പിടിച്ചിട്ടൊക്കെ നമ്മൾ ടോട്ടലി എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ജയിലിൽ നിന്ന് വിഭിന്നമായി കീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടത് സ്പീഡും അതേപോലെ അക്യൂറസിയാണ്. അപ്പോൾ സ്പീഡും അക്യൂറസിയും നമുക്ക് കൂട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് സ്പീഡും അക്യൂറസിയും കൂട്ടാൻ വേണ്ടി പറ്റുള്ളൂ. എത്രത്തോളം ക്വസ്റ്റ്യൻസ് പറ്റുന്നുണ്ടോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇതേപോലെ ക്വസ്റ്റ്യൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആകെ ബുദ്ധിമുട്ടായി പോകും. ഏതൊക്കെയോ കണ്ടമാനം കാർഡടിച്ച് വെടിവെക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് Xylemത്തിൻ്റെ എൻ ഗെയിം ബാച്ച് ഉണ്ട്. അപ്പോൾ എൻ ഗെയിം ബാച്ച് നമുക്ക് ഏകദേശം 6000+ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താകും പരിചയപ്പെടും. ഒന്ന് ക്ലാസ്സിലായിട്ട് പരിചയപ്പെടും, അതോടൊപ്പം തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളിൽ നിങ്ങൾ പരിചയപ്പെടും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കീം മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നുണ്ട്, അതിന് നമ്മൾ പരിചയപ്പെടും. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുള്ള ഉഷാറായി സ്പീഡും അക്യൂറസി ഒക്കെ നമ്മൾ ഈ സമയത്തുള്ള കുറഞ്ഞ സമയത്തുള്ളിൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് കീം ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് കീം എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഈസിലി ക്രാക്കബിൾ ആയിട്ടുള്ള എക്സാമാണ് JEE ഒക്കെ നീറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്. കാരണം നമ്മൾ മലയാളികളോട് മാത്രമാണ് നമ്മൾ മത്സരിക്കുന്നത് അല്ലേ? അതായത് കോമ്പറ്റീഷൻ കുറവാണ്. നമ്മൾ അതേ സാഹചര്യത്തിൽ പഠിച്ചു വന്ന, നമ്മൾ അതേ ടൈപ്പ് സ്കൂളുകൾ പഠിച്ചു വന്ന, നമ്മൾ അതേ സിലബസിൽ പഠിച്ചു വന്ന കുട്ടികളായിട്ട് നമ്മൾ മത്സരിക്കുന്നത്. സോ നമുക്ക് ഒന്ന് അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി നമുക്ക് പറ്റും. അപ്പോൾ അതിനാണ് Xylemത്തിൻ്റെ എൻ ഗെയിം ബാച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. എൻ ഗെയിം ബാച്ചിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് ഫെബ്രുവരി 10-ാം തീയതിയാണ്. ഫീസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി 4699 ആണ്. പക്ഷേ ഇപ്പം നിങ്ങൾക്കൊരു ഏർലി ബേർഡ് ഓഫർ ഉണ്ട്. അപ്പോൾ ഏർലി ബേർഡ് ഓഫർ പ്രകാരം നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫീസ് എന്തായിട്ട് മാറും? 4229 ഇൻക്ലൂഡിങ് GST ആണ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ആ ഓഫർ നിങ്ങൾക്ക് റെഡീം ചെയ്യാൻ വേണ്ടിയുള്ള കൂപ്പൺ കോഡ് KEG കീം എൻ ഗെയിം ആണ്. KEG10 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് റെഡീം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇനി അടുത്ത ഞാൻ പറഞ്ഞ സെറ്റ് ഓഫ് 3 ബുക്ക് ഉണ്ട് അല്ലേ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഫീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉൾപ്പെടാത്തതാണ് നേരത്തെ പറഞ്ഞ ഫീസ്. ഓക്കെ, നമുക്ക് ഈ പറഞ്ഞ സ്റ്റഡി മെറ്റീരിയലിന് നമ്മൾ സ്പെഷ്യലായിട്ട് 1250 രൂപ ഇൻക്ലൂഡിങ് GST നമ്മൾ അടയ്ക്കേണ്ടതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്തിട്ട് ബുക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്ന ആ ബുക്കിനെയാണ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ ക്വസ്റ്റ്യൻസ് വേറെ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ സ്ലൈഡ് ആക്കിയിട്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കീം എൻ ഗെയിമിൽ ബാച്ച് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് +2ൻ്റെ റിവിഷൻ ബാച്ച് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം, ഏറ്റവും ക്രിസ്പായിട്ടുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലും ക്വസ്റ്റ്യൻസുമാണ് നിങ്ങൾക്ക് ഇതിലൂടെ അവൈലബിൾ ആക്കി വേണ്ടി പോകുന്നത്. ഇപ്പം നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ തന്നെ ടേണിംഗ് പോയിന്റ് ആണ്. കാരണം നമ്മൾ പഠിക്കുന്ന കോളേജ് എന്ന് വളരെയധികം നമ്മൾ പോകുന്ന ക്യാമ്പസ് അല്ലേ എന്നുള്ള കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ബെസ്റ്റ് കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് ഫെസിലിറ്റീസ് കിട്ടും, ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതോടൊപ്പം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ക്രൂ മെമ്പേഴ്സ് ആയിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ അലുമിനി നെറ്റ്വർക്ക്, അതുകൊണ്ട് പഠിച്ച് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സ്, ഇതൊക്കെ നമുക്ക് ഉള്ളൊരു അടിപൊളി അവസരമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് CET, TKM, GEC തൃശ്ശൂർ പോലെയുള്ള ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. ആൻഡ് നമുക്ക് ലൈഫ് സെക്യൂർ ആക്കാൻ വേണ്ടി സാധിക്കും. കാണാം.